വെൽ വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERTയുടെ അടുത്ത ചാപ്റ്ററാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. അതിലേക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററും അതിന് മുന്നത്തെ ചാപ്റ്ററും ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരാൾ പറഞ്ഞായിരുന്നു ലിങ്ക് ഇടുവോ പഴയ പാട്ടിൻ്റെന്ന്. എനിക്ക് അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പക്ഷെ ഞാൻ പ്ലേലിസ്റ്റിൽ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അടുങ്ങി കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കാവോ? അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമുണ്ടോയെന്നില്ല. അപ്പോൾ ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒക്കെ ലിങ്ക് ഇടാതെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നൂറ്റാണ്ടുകളായി വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സ്വയരക്ഷയ്ക്കായി സിഖ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർ കാൽനടയായും കാളവണ്ടികളിലും ലോറികളിൽ തിക്കി തിരക്കുകയും ട്രെയിനുകളുടെ വശങ്ങളിലും മേൽക്കൂരയിലും പടിപ്പിടിച്ചും യാത്ര ചെയ്തു. പടിഞ്ഞാറുള്ള സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മുസ്ലിങ്ങളുമായി യാത്രക്കിടയിൽ കടവുകളിലും കവലകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വെച്ച് അവർ ഏറ്റുമുട്ടി. കലാപം സർവനാശമായി പരിണമിച്ചു. 1947 വേനലോടുകൂടി പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരുമടങ്ങുന്ന 10 ദശലക്ഷം വരുന്ന മനുഷ്യർ പലായനത്തിലായിരുന്നു. കാലവർഷം പൊട്ടിപ്പുറപ്പെടുമ്പോഴേക്കും അവരിൽ 1 ദശലക്ഷത്തോളം പേർ മരണമടഞ്ഞു. ഉത്തരേന്ത്യയിലാകെ ആയുധമേന്തി ഭീതിയിലും ഒളിവിലും മുങ്ങിക്കഴിഞ്ഞിരുന്നു. സോഴ്സ്: ഖുഷ്വന്ത് സിംഗ്, ട്രെയിൻ ഓഫ് പാകിസ്ഥാൻ. 1947 വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ചും പരാമർശിക്കുന്ന ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത് ഖുഷ്വന്ത് സിംഗ് ആണ്. ഖുഷ്വന്ത് സിംഗ് പ്രശസ്ത എഴുത്തുകാരൻ ഖുഷ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അപ്പം ഖുഷ്വന്ത് സിംഗ് ആരാണ്? 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ചും പരാമർശിക്കുന്ന ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത് ഖുഷ്വന്ത് സിംഗ്. അപ്പം യാത്രയെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ നമ്മൾ മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. എന്തൊക്കെയായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ? അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ അത് പഠിച്ചു. അതെന്തൊക്കെയായിരുന്നു? നമുക്കൊന്ന് പോകാം പുറയിലേക്ക്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളായിരുന്നു വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും. 2 നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തൽ. സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. ഒന്നൊക്കെയായിരുന്നു വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. അടുത്തതായിരുന്നു വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും
സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വരുന്നവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരുന്നു. രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊണ്ടുവന്ന നിയമങ്ങൾ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമാകുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949 ദ അബഡക്റ്റഡ് പേഴ്സൺസ് റിക്കവറി ആൻഡ് റിസ്റ്റോറേഷൻ ആക്ട് 1949 പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954 പൗരത്വ നിയമം 1955 തുടങ്ങിയ നിയമങ്ങളിലൂടെ രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കപ്പെട്ടത്. അപ്പം രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊണ്ടുവന്ന നിയമങ്ങൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിയമങ്ങൾ തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള നിയമം, തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്ക് ഉള്ള നിയമം, വീണ്ടെടുക്കലും പുനരധിവാസവും. അത് 1949 ആക്ടാണ്. ആക്ട് 1949 ദ അബഡക്റ്റ് പേഴ്സൺ റിക്കവറി ആൻഡ് റിസ്റ്റോറേഷൻ വീണ്ടെടുക്കലും പുനരധിവാസവും 1949 നിലവിൽ വന്ന നിയമം. അടുത്തത് പലായനം ചെയ്തവർക്കുള്ള നിയമം, നഷ്ടപരിഹാരവും പുനരധിവാസവും 1954 ആക്ട് 1954 ഇത് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലേഷൻ. അടുത്ത പൗരത്വ നിയമം 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പൊ തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള നിയമം 1949 പലായനം ചെയ്തവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും കിട്ടാനുള്ള നിയമം 1954, പൗരത്വ നിയമം 1955. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കിയത്. അപ്പം നമ്മളിത് പ്രീവിയസ് ചാപ്റ്ററിൽ ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പറഞ്ഞുള്ളതല്ല, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം 3 കരാറുകളിലൂടെയാണ് നമ്മൾ സംയോജന പ്രക്രിയ നടന്നത്. ഒന്ന് തൽസ്ഥിതി കരാർ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. 2 പ്രവേശന കരാർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. 3 സംയോജന കരാർ മെർജർ എഗ്രിമെന്റ്. 1 തൽസ്ഥിതി കരാർ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. 2 പ്രവേശന കരാർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. 3 സംയോജന കരാർ മെർജർ എഗ്രിമെന്റ്. തൽസ്ഥിതി കരാർ അഥവാ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സാധിച്ചു. തൽസ്ഥിതി കരാറ് നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരുന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ തടയാൻ സാധിച്ചു. അടുത്തത്
പ്രവേശന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. അതേസമയം ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇതുപ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു. അതേസമയം ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇത് പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു. അടുത്തതാണ് സംയോജന കരാർ അല്ലെങ്കിൽ മെർജർ എഗ്രിമെന്റ്. സംയോജന കരാർ അല്ലെങ്കിൽ മെർജർ എഗ്രിമെന്റ്. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറായിരുന്നു ഇത്. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ കരാറിനുള്ളിൽ ചേരുന്ന കരാറായിരുന്നു ഇത്. ഈ കരാർ പ്രകാരം സ്വയംഭരണാവകാശം ഇല്ലാതാകുന്നു. ഈ സ്വയംഭരണാവകാശം ഇല്ലാതാകുന്നു. അപ്പൊ കരാറുകൾ നാട്ടുരാജ്യ സംയോജന പ്രക്രിയ നടന്ന 3 കരാറിലൂടെയാണ്. തൽസ്ഥിതി കരാർ, പ്രവേശന കരാർ, സംയോജന കരാർ. സ്വാതന്ത്ര്യലബ്ധിക്ക് ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഇതുപ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനുവേണ്ടി ഭരണഘടന അനുസൃതമായി 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന നിരീക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രവേശന കരാറും സംയോജന കരാറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കരാറും സംയോജന കരാറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പ്രവേശന കരാറിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യത്തിന് ആന്തരിക സ്വയംഭരണം നിലനിർത്താനുള്ള അവകാശം അനുവദിച്ചിരുന്നു. എന്നാൽ സംയോജിത കരാർ ഒപ്പുവെക്കുന്ന സ്വയംഭരണ അവകാശങ്ങൾ ഇല്ലാതാക്കി നാട്ടുരാജ്യം പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതായിരുന്നു. അപ്പം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നല്ലോ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഭരിക്കുന്നതായിരുന്നല്ലോ ജനാധിപത്യം. അപ്പൊ അങ്ങനെ ഒരു ഭരണം ആവശ്യമായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വന്നു. അപ്പൊ അതിനുവേണ്ടി ഭരണഘടന ആസൂത്രണം ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആദ്യത്തെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ അല്ലെങ്കിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം നിലവിൽ വന്നത് 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം നിലവിൽ വന്നത് 1950 ജനുവരി 25. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ. ഇന്ത്യയെ പോലെ വിശാലവും വൈവിധ്യവും നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും യുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയെന്ന നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അപ്പൊ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളികൾ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പേജും കൂടി വായിച്ചിട്ട് അതിലേക്ക് കിടക്കാം. ദ ഹിന്ദുസ്ഥാൻ ടൈംസ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമായ വിജയം നിർവഹിച്ചെന്ന് സർവാത്രികമായി അംഗീകരിക്കപ്പെട്ടു. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ ഒരു പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തായിരിക്കും? ഇന്ത്യയെപ്പോലെ വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അവ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളികൾ. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുക.
പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. വോട്ട് ചെയ്യപ്പെട്ടതിന്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതോടെ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമത്തിന് തുടക്കമായി. അടുത്തത് ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ. ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസമർപ്പിച്ചത് ഏകപക്ഷി മേധാവിത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് ഏകകക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാകുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലേക്കും മുന്നണി സമ്പ്രദായത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. ആദ്യം നമുക്ക് ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ കോളം വായിക്കാവേ. ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകപക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ശ്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം നിലനിന്നിരുന്നത്. അപ്പോൾ ഏകകക്ഷി മേധാവിത്വം നിലനിന്നിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി സംവിധാനത്തിലേക്ക്. അപ്പം ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി ഭൂരി ജനങ്ങളും വിമർശിച്ചിരുന്നത് ഏകകക്ഷി മേധാവിത്വം. പിന്നെ ഇപ്പം അറിയാലോ 2 പാർട്ടിയാണ് ഇതൊക്കെയാണെന്നുള്ളത്. അടുത്ത വായിക്കാം. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി സംവിധാനത്തിലേക്ക്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റായിരുന്നു. തുടർന്ന് 1957ലെയും 1962ലെയും തിരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി. 1967ലെ തിരഞ്ഞെടുപ്പുകളിലും തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. എങ്കിലും 1989 വരെയുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ 1977 മുതൽ 1979 വരെയുള്ള ജനതാ പാർട്ടി ഭരണകാലം ഒഴിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. 1977ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേക്കുകയും ചെയ്തു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ 1989ലെ തെരഞ്ഞെടുപ്പോടുകൂടി ബഹുകക്ഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. അപ്പം ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള നേതൃത്വത്തിലുള്ള ഗവൺമെന്റായിരുന്നു. അപ്പം ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റായിരുന്നു. തുടർന്ന് 1957ലെയും 1962ലെയും തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി.
1967 തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. ദേശീയ തലത്തിലല്ല, സംസ്ഥാന തലത്തിൽ. എങ്കിലും 1989 വരെയുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ 1977 മുതൽ 79 വരെയുള്ള ജനതാ പാർട്ടി ഭരണകാലമൊഴിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേക്കുകയും ചെയ്തു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പോടുകൂടി ബഹുകക്ഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. 1989 ശേഷം ജനതാ ദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 1991 മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. 1996 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. അപ്പം 1988, 99 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് ഏലിയൻസ് ആണ് അധികാരത്തിൽ വന്നത്. 2004, 2009 വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് 2014, 19, 24 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഈ പേജ് വായിച്ചു പോവാം. 1989 ജനതാ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 1991 മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. 1996 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. 1998, 99 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നത്. 2004, 2009 വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് 2014, 19, 24 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും താഴെ പറയുന്ന രീതികളാണ് സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയുമായി മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ധാരണയുണ്ടാക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാതെ ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. ഇത്രയായിരുന്നു. അപ്പം ഇനി കൊടുത്തേക്കുന്നത് ഒരു പാർട്ടി കട്ടിങ്, ഒരു പേപ്പർ കട്ടിങ് ആണ്. അപ്പോൾ അതിനു മുന്നേ ഇന്ത്യൻ മുന്നണി രാഷ്ട്രത്തിലെ സർക്കാരുകളുടെ രൂപീകരണത്തിന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്ത്യൻ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ പറഞ്ഞത് തന്നെ 3 പോയിന്റ്സ് ആണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടാക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാതെ ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. അടുത്തതാണ് അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം. അടിയന്തരാവസ്ഥ അഥവാ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം എന്നറിയപ്പെടുന്നതാണ് അടിയന്തരാവസ്ഥ. ആദ്യത്തെ അപ്പം ഇന്ത്യൻ മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്തകളൊന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ജനാധിപത്യം അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രധാന പ്രതിസന്ധികളായിരുന്നു അടിയന്തരാവസ്ഥ. ഇതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. പ്രസിഡന്റ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എമർജൻസി ഡിക്ലെയർ. മൊറാർജി അഡ്വാനി, മേഘ. അപ്പോൾ ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ആദ്യത്തെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1975 ജൂൺ 25-നാണ്. മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിരോധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു.
അപ്പൊ ആദ്യം എന്താ അടിയന്തരാവസ്ഥ എന്താന്ന് പറയുന്നത്? അടിയന്തരാവസ്ഥ എന്താ? യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. അപ്പൊ അടിയന്തരാവസ്ഥ എന്താണ്? യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. അപ്പൊ ഏതനുച്ഛേദം? 352 അനുച്ഛേദം അഥവാ അനുച്ഛേദം 352 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആര് പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതി. അപ്പോൾ ഇത് എന്നാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്? 1975 ജൂൺ 25-നാണ്. 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. മൗലിക അവകാശങ്ങളുടെ മരവിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരായുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരുന്നതും തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യപ്പെടുന്നതും. വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കി. എന്നാൽ സുപ്രീം കോടതി അഹമ്മദാബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയെ തുടർന്ന് എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും ചെയ്തു. മൗലികാവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങളും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കിടയിലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അതിനെ തുടർന്ന് 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യൻ ജനത മറികടന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തെ ഹനിക്കുന്ന അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കുന്നത് ഈ അനുഭവങ്ങൾ നമ്മെ സഹായിക്കുന്നു. അപ്പം അടിയന്തരാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 2 പേജിന്റെ ഡീറ്റെയിൽഡേഷൻ നോക്കാം. അടിയന്തരാവസ്ഥ
അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം അത് നമുക്കായി നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രത്തിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന പ്രധാന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഗുജറാത്തിലെ പ്രക്ഷോഭം. ഗുജറാത്തിലെ പ്രക്ഷോഭം. ഗുജറാത്തിൽ മൊറാർജിയുടെ ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോൾ ആദ്യം ഗുജറാത്തിലെ പ്രക്ഷോഭമായിരുന്നു. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെതിരെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അടുത്തതായിരുന്നു ബീഹാറിലെ പ്രക്ഷോഭം. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ. അപ്പോൾ 1970-കളിൽ നേരിട്ടത് എന്തൊക്കെയാണ്? സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്കുള്ള കാരണം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തിരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരികയും അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടു. എന്നാൽ സുപ്രീം കോടതി അഹമ്മദാബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ കൊടുത്തു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇപ്പോഴും പറയുന്നു ഭരണഘടനയുടെ അനുച്ഛേദം 352 എന്താണ്? അടിയന്തരാവസ്ഥ. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ. അപ്പം ഇതിൽ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അപ്പം ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനങ്ങൾ മൗലിക അവകാശങ്ങൾ മരവിപ്പിച്ചു. കോടതിയുടെ നീതിന്യായ പുനരവലോകനാധികാരം ഇല്ലാതാക്കി. കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിലടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണവും ഏർപ്പെടുത്തി. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇടയിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. തുടർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കുകയും മൊറാർജി ദേശായി, ഇതാരായിട്ട് ഇന്ദിരാഗാന്ധിക്ക് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ, ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ പൗരസമൂഹത്തിന്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കി. ഇങ്ങനൊരു പ്രശ്നം നടന്നതുകൊണ്ട് അടിയന്തരാവസ്ഥ വരുമ്പോൾ എന്തൊക്കെ ജാഗ്രത സൃഷ്ടിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും പൗരർക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം മറ്റു ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും തൽപര ഗ്രൂപ്പുകളും സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അപ്പം ജനാധിപത്യ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മറ്റ് ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും കൂടി വന്നു. അതെന്നാക്കെയാന്ന് നോക്കാം. ആദ്യം ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യവും. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി.
1970 ശേഷം ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന ബോധം ശക്തമാക്കുകയുണ്ടായി. ഈ വിഭാഗങ്ങൾ ഇതിനെതിരായി അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ചില പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും പൗരർക്ക് ജനാധിപത്യ വിശ്വാസം നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം മറ്റ് ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും തൽപരരും പങ്കുവച്ചു. 1970 ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നു. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നോക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും. പിന്നോക്ക വികസന പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും. ദളിതർ, സ്ത്രീകൾ, കർഷകർ എന്നിവർ രൂപം കൊടുത്ത ചില പ്രസ്ഥാനങ്ങളാണ്. അതിലൊന്നാണ് പിന്നാക്ക വികസന പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ്? പട്ടികജാതി പട്ടികവർഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹിക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നറിയപ്പെടുന്നത്. ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്ക വ്യവസ്ഥയ്ക്കുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കാനും പരിഹാരം നിശ്ചയിക്കുന്നതിനുമായി 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന നിലവിൽ വന്ന് 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ ചില നിർദ്ദേശം സമർപ്പിച്ചുവെങ്കിലും അത് നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർമ്മിക്കുന്നതിനായി നിയമിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. OBC വിഭാഗങ്ങൾക്കും സാമൂഹിക വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് നിയമിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ നിയമിച്ച വർഷം 1979. മണ്ഡൽ കമ്മീഷൻ നിർമ്മിച്ച വർഷം 1979. മണ്ഡൽ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ BP മണ്ഡൽ. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ സെക്ടേർഡ് ക്ലാസ് എന്നറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനാണ്. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനാണ്. അപ്പം മണ്ഡൽ കമ്മീഷൻ നിലവിൽ വന്നത് 1979. മണ്ഡൽ കമ്മീഷന്റെ അധ്യക്ഷൻ BP മണ്ഡൽ. എന്തിനു വന്നു? OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പിന്നോക്ക വിഭാഗത്തെക്കുറിച്ച് പഠിച്ച് പരിഹാരം കണ്ടെത്താൻ. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1980. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1980. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗക്കാർക്ക് മണ്ഡൽ കമ്മീഷൻ എത്ര സംഭാവനയാണ് നിർദ്ദേശിച്ചത്? 27% സംവരണം മണ്ഡൽ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നടത്തി. അപ്പോൾ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനും തീരുമാനിച്ചു. 1990 നടപ്പിലാക്കാനും തീരുമാനിച്ചു. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. അതിനുശേഷം പിൽക്കാലത്ത് സുപ്രീം കോടതി അനുമതി നൽകി. ഈ തീരുമാനങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രക്ഷോഭങ്ങളും അക്രമാസക്തമായ പ്രതിഷേധം കാരണമായപ്പോഴാണ് സുപ്രീം കോടതി ഇതിന് അനുമതി നൽകിയത്. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. OBC സംവരണത്തെ ഇന്നും നിലനിന്നു പോകുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം എന്താണ് ഈ
OBC വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിലും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായി 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. അത് കാക്ക കലാൽക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലനിൽവന്ന ജനതാ ഗവൺമെന്റ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി 1979 നിർമ്മിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. ഈ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇത് രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗക്കാർക്ക് 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മണ്ഡൽ കമ്മീഷന്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ഇനി അടുത്തത് BP മണ്ഡൽ. ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു BP മണ്ഡൽ. ആരാണ് BP മണ്ഡൽ? ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ, അതായത് മണ്ഡൽ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. 1967, 70, 1977, 79 കാലഘട്ടങ്ങളിൽ പാർലമെന്റ് അംഗമായിരുന്നു. 1967 to 70, 77 to 79 കാലഘട്ടങ്ങളിൽ പാർലമെന്റ് അംഗമായിരുന്നു. 1968 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 1968 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതല നിർവഹിച്ചിട്ടുണ്ട്. 1977 ജനതാ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. അടുത്തതായിരുന്നു ദളിത് പ്രസ്ഥാനങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണെന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയുമാണെന്നുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്ക വ്യവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. നഗരമേഖലയിലെ അഭ്യസ്തരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. ജാതി വിവേചനങ്ങൾക്കെതിരെ
സ്വഗതമായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിന്റെ അന്യായമായ നടപടിക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, മറ്റ് സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കുന്നതിനും ദളിതർക്കെതിരായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തിനെ പ്രേരിപ്പിക്കുന്നതിനും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു 1978 രൂപീകരിക്കപ്പെട്ട ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താൽപര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നില്ല. മറിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ മറ്റു ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് രാഷ്ട്രീയ അധികാരം പട്ടികവർഗ വിഭാഗങ്ങൾ മറ്റു വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായും ഈ സംഘടന നിലകൊണ്ടു. ഈ സംഘടനയിൽ നിന്ന് ദളിത് തോഷിത് സമാജ് സംഘർഷ സമിതിയും കാൻഷിറാമിന്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയും BSPയും രൂപം കൊണ്ടത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ BSPക്ക് സാധിച്ചു. അപ്പം ഞാൻ ഈ 2 പേജ് വായിച്ചു വിട്ടതാട്ടോ. അപ്പം നമുക്കിനി നോക്കാം ദളിത് പ്രസ്ഥാനങ്ങൾ. അപ്പൊ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പം അതിനെ നിഷേധിക്കുന്നതിനുള്ള വികാരത്തിൽ ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. അപ്പൊ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിൽ സംവരണം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്ക വ്യവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരുന്നു. അപ്പം വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ BR അംബേദ്കറിന്റെ ആശയമാണ് ഇവർക്കിതിന് പ്രചോദനമായത്. അങ്ങനെ പല ഇതും പ്രസ്ഥാനിക്കപ്പെട്ടു. അതിൽ ആദ്യത്തെ പ്രസ്ഥാനമായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. അത് നിലവിൽ വന്നത് 1972 1972 ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം നിലവിൽ വരുന്നത്. മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിച്ചത്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. നിലവിൽ വന്നത് 1972 മഹാരാഷ്ട്രയിലാണ് നിലവിൽ വരുന്നത്. സ്ഥലം മഹാരാഷ്ട്ര. അപ്പം നഗരമേഖലയിലെ അസംസ്കൃത വിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി. എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം? പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറിന്റെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം എന്നിവയെല്ലാം. ജാതി വിവേചനക്കെതിരെ അക്രമോത്സുകമായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിന്റെ അന്യായമായ നടപടിക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, മറ്റ് സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇവർ സംഘടിപ്പിച്ചു കേട്ടോ. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ഉദ്ദേശിച്ച മാർഗം സാഹിത്യം, സിനിമ തുടങ്ങി നാടകം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം നിലവിൽ വന്നത് 1972. എവിടെയായിരുന്നു? മഹാരാഷ്ട്രയില്. നഗരമേഖലയിലെ അസംതൃപ്തരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. രണ്ടാമത്തേതാണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റഡ് എംപ്ലോയീസ് ഫെഡറേഷൻ, BAMSEF. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1978.
ബാൻസെപ്സ് നിലവിൽ വന്നത് 1978. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിനൊന്നും വന്നതല്ല കേട്ടോ. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷത്തിനായും ഒക്കെയാണ് ഈ സംഘടന നിലകൊള്ളിക്കൊണ്ടത്. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷനിൽ നിന്ന് രൂപം കൊണ്ട മറ്റ് സംഘടനകളായിരുന്നു ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും ബഹുജൻ സമാജ് പാർട്ടിയും. BSPയും ദളിത് സമാജ് പാർട്ടിയും. ബഹുജൻ സമാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് കാൻഷി റാം. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ BSPക്ക് സാധിക്കുകയും ചെയ്തു. അടുത്തതാണ് സ്ത്രീ മുന്നേറ്റങ്ങൾ. അത് നമുക്ക് അടുത്ത ഇതിൻ്റെ അകത്ത് നോക്കാട്ടോ. ഇതിപ്പോൾ ഒരുപാടായി, ഇപ്പം തന്നെ 50 മിനിറ്റായി. സ്ത്രീ മുന്നേറ്റങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഇത്രയത്തിൽ വെച്ചിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഇത് ക്ലോസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും ഇതായി. അതായത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞ് എന്തെങ്കിലും ക്ലാരിറ്റി ക്ലിയർ കുറവോ മറ്റു ക്ലാസ് പോലെ അത്ര നല്ലതോ ഒന്നും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ടൈം എടുത്തല്ല, ഇച്ചിരി വീഡിയോ ലെങ്ത് കൂടിയാലും അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.